ഇന്ന് മുതൽ മോൾക്ക് വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറ് കൊണ്ടുപോകണമല്ലോ. അപ്പം ഞാനിതാ എണീറ്റിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇതാ വിളക്കും വെച്ചിട്ട് അടുക്കളയ്ക്കാണ് കേട്ടോ പോണത്. വേറെ ആരും എണീറ്റിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യം തന്നെ തീ കത്തിച്ചിട്ട് ചോറിനുള്ള വെള്ളം വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അടുക്കളയിൽ വന്നത്. ഇവിടെ വന്ന് നോക്കുമ്പോൾ വെണ്ണീർ കോരാൻ ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു. അടുപ്പൊക്കെ രാത്രി തന്നെ തുടച്ച് വൃത്തിയാക്കിയിട്ട് തന്നെയാണ് കേട്ടോ കടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ ആദ്യം തന്നെ വെണ്ണീരൊക്കെ കോരി എടുത്തിട്ട് പിന്നെ തീ കത്തിക്കാൻ വേണ്ടി നിന്നതാണ് കേട്ടോ. അടുപ്പിൻ്റെ അടിയിലാണെച്ചെങ്കിൽ ഞാൻ കുറച്ച് ചുള്ളൽ വിറക് മാത്രമേ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം നമ്മുടെ സംക്രാന്തി പണിയൊക്കെ ആകുമ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ ദാ കുറച്ച് വിറകുണ്ടായിരുന്നൊക്കെ എടുത്തിട്ട് തീ പിടിപ്പിക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ. നമ്മൾ ഇത്ര നേരത്തെ എണീറ്റിട്ടും തീ പിടിച്ചിട്ടില്ലാച്ചെങ്കിൽ നമ്മുടെ ആ ദിവസത്തിൽ നമ്മൾ നേരത്തെ നീച്ചതിന് തന്നെ ഫലമില്ലാതെയാവും. അപ്പം ഞാൻ അതേപോലെ ഉണ്ടോന്ന് രാവിലെ നേരത്തെ എണീറ്റിട്ട് വേഗം പണിയൊരുങ്ങലോ എന്ന് വിചാരിച്ചതാണ്. പക്ഷേ തീ ഇങ്ങോട്ട് കത്തി കിട്ടണ തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ സരിത എണീറ്റിട്ട് അവൾ തുടയ്ക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിറകെടുത്തിട്ട് അവിടെ കുറച്ച് പൊടിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ അത് വേഗം അടിച്ചോരി കൊടുത്താണ് കേട്ടോ. അവൾ ഹാളൊക്കെ തുടച്ച് വരുമ്പോഴേക്കും പിന്നെ ഞാൻ ഇരുന്നിട്ടും നിന്നിട്ടും ഒക്കെ തീ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. തീ ഇങ്ങോട്ട് കത്തി കിട്ടണ തന്നെ ഉണ്ടായിരുന്നില്ല. കത്തി പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു കൊള്ളി വെച്ച് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ നേരമായിട്ട് അമ്മ പണി ഇരിക്കുകയായിരുന്നു. അപ്പോഴേക്ക് അവളുടെ തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവൾ കുളിക്കാൻ പോകാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ അങ്ങനെ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും തീ അങ്ങോട്ട് കത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ തീ കത്തി കിട്ടിയിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് പൊന്നേരി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കുതിർന്നിട്ടുണ്ടെങ്കിൽ കുക്കറിലിട്ട ഒരു വിസിലടിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അത് തീ കത്തി പിടിച്ചപ്പോൾ ഞാൻ കുറച്ച് ചകിരിയും കൂടിയും കൊടുന്നിട്ടു. പിന്നെ വേഗം തന്നെ ആവി പിടിക്കാനാണ് കേട്ടോ നിൽക്കുന്നത്. 2-3 ദിവസമായിരുന്നു. നീരിറക്കത്തിൻ്റെ ഒരു ഇതാണെന്ന് തോന്നുന്നുണ്ട്. തലയുടെ സൈഡ് ഇങ്ങനെ വേദന കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോഴേക്കും നമ്മുടെ വെള്ളം ചൂടായിട്ടുണ്ടായിരുന്നു. തീ കത്തി കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ വേഗത്തിലാവും. അപ്പോൾ ഞാൻ വേഗം അരിയിടാൻ വേണ്ടി നിന്നു. അപ്പോൾ സരിത എണിച്ചെങ്കിൽ ഇതാ കുളിക്കാൻ വേണ്ടി തുടങ്ങുമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അവൾ കുളിക്കാൻ പോയി. ഞാൻ പിന്നെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറുപയർ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അത് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ്. പിന്നെ അതാ നമ്മുടെ പഴമൊക്കെ പഴുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇന്ന് പുട്ടും പഴമാക്കാമെന്ന് വിചാരിച്ചു. കറിയൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ പുട്ടുപൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മക്കൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് ദോശമാവ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ദോശയ്ക്ക് സോയാബീനാണ് ഉണ്ടാക്കുന്നത്. അത് ഞാൻ കുറച്ചെടുത്ത് നോക്കി. പിന്നെ 4 ആൾക്കും വേണ്ടതല്ലേ. പിന്നെ ബാക്കി ഉണ്ട് വെച്ചെങ്കിൽ നമുക്ക് ഉച്ചത്തേക്കും ആയാലും എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി അതെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ അങ്ങനെ ഇരിക്കും കുറച്ചായിട്ട്. അപ്പോൾ ഞാനത് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറുപയർ എടുത്തിട്ട് ഒരൊറ്റ വിസിലടിച്ചാൽ മതിയിട്ട് അപ്പോഴേക്കും തന്നെ വെന്തിട്ട് ഇങ്ങോട്ട് പൊട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേഗം തന്നെ പുട്ടിനുള്ള പൊടിയാണ് കേട്ടോ കുഴച്ച് വയ്ക്കുന്നത്. പുട്ടിനുള്ള പൊടി കുഴയ്ക്കുമ്പോൾ എനിക്ക് എപ്പോഴും വെള്ളം അധികമാകുമോ എന്നുള്ളൊരു സംശയമായിട്ടാണ് കേട്ടോ ഞാൻ കുറച്ച് വെള്ളമായിട്ട് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്ക് സരിതയുടെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അവൾ പാല് വാങ്ങാൻ വേണ്ടി പോയി. ഞാൻ പിന്നെ തേങ്ങ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തേങ്ങ എണിച്ചെങ്കിൽ കൂരി തേങ്ങ ഉണ്ടാവില്ല, അങ്ങനത്തെ തേങ്ങയാണ്. കുറേ നേരം പണിപ്പെട്ടിട്ടാണ് കേട്ടോ പൊളിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത്രയും ഗതി കെട്ടിട്ട് നമ്മൾ പൊളിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ തേങ്ങ കേടായിരിക്കും കേട്ടോ. മഴയത്ത് കുറേ ദിവസം കടന്ന തേങ്ങയാണ്, അതുകൊണ്ടാണ് ഇത് കേടായിരിക്കും ചിലപ്പോൾ എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ആദ്യത്തെ പൊട്ടിച്ച് നോക്കുമ്പോൾ വെള്ളത്തിനൊരു കളറ് മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാനത് എടുത്തില്ല. മറ്റേത് 2 ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ കേടുണ്ട് വെച്ചെങ്കിൽ ഒരു മഞ്ഞ കളർ പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ പിന്നെ അത് മാറ്റി വെച്ചിട്ടോ. പിന്നെ 2 തേങ്ങ ഉണ്ടായിരുന്നത് പൊളിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നോക്കുമ്പോൾ പുട്ടിത്തെ മാവ് മൊത്തത്തിൽ ഇങ്ങനെ ഉണങ്ങിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി മിക്സാക്കി എടുത്തിട്ടു. അപ്പോഴേക്ക് സരിത പാലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പാല് കൊടുന്നാൽ പിന്നെ ആദ്യത്തെ പണി ചായ വെക്കുക തന്നെയാണ്. ഈ ഒരു ചായയിലാണ് കേട്ടോ ഞങ്ങളൊരു 9:30 വരെയൊക്കെ ഇരിക്കുന്നത്. ചായയും പിന്നെ റസ്ക്കും. അപ്പോൾ ഞാൻ വേഗം പുട്ടുണ്ടാക്കാൻ വേണ്ടി നിന്നു. പാലും കാച്ചുന്നുണ്ട് കേട്ടോ. പിന്നെ പുട്ടിന് കറിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ പണിയൊന്നുമില്ല. പുട്ടും പഴവും പിന്നെ മക്കൾ പപ്പടം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടിയും കാച്ചാമെന്ന് വിചാരിച്ചിട്ടാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ സോയാബീനൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് മോള് അവളുടെ ഇന്ന് മുതലാണ് കേട്ടോ യൂണിഫോം ഇടുന്നത്. കഴിഞ്ഞ ഒരാഴ്ച അവർക്ക് ഉച്ചവരെ സ്കൂൾ ഉണ്ടായിരുന്നുള്ളൂ +1-ന്. ഈ ആഴ്ച മുതലാണ് വൈകുന്നേരം വരെ ഉള്ളത്. അപ്പോൾ യൂണിഫോം എങ്ങനെയുണ്ടെന്ന് പറയായിരുന്നു. തുണി കിട്ടിയപ്പോൾ എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല, പക്ഷേ അടിച്ചപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അവളും റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾ ആദ്യം കുളി കഴിഞ്ഞ് വന്ന് അമ്പലത്തിൽ പോയി തൊഴുകൽ കഴിഞ്ഞ് വന്നാൽ ചായ കുടിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ പൊട്ടിടലും കണ്ണെഴുതലും ഒക്കെ പരിപാടികളുണ്ടല്ലോ, അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ടാണ് ഭക്ഷണം കഴിക്കുക. അപ്പോൾ അവൾ ചായ കുടിക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. ഇനിയിപ്പോൾ വേഗം പുട്ടുണ്ടാക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇടയിൽ അവൾ പുട്ട് കഴിക്കലും അവൾ പൂവലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മോനുള്ള ദോശയുണ്ട് ഞാൻ ആക്കിക്കൊണ്ടിരിക്കുന്നത്. ദോശയും പിന്നെ സോയാബീൻ്റെ കറിയാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഇടയിൽ അച്ഛനൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് അവരും കഴിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മൂനും ദോശ മതി എന്ന് പറഞ്ഞിട്ടോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പുട്ട് കൊടുത്തയച്ചാൽ ഉച്ചയാകുമ്പോഴേക്കും അത് നല്ല ബലത്തിലാവില്ലേ. അപ്പോൾ അതാണ് ദോശ ഉണ്ടാക്കാമെന്ന് വെച്ചത്. അപ്പോൾ അമ്മൂനും സോത്തുട്ടനും അവർക്ക് 2 ആൾക്കും ദോശ ഉണ്ടാക്കി കൊടുത്തത്. പിന്നെ അവരുടെ മുടിയൊക്കെ കെട്ടി കൊടുക്കുമായിരുന്നു. അവർക്ക് 2 പുറത്തേക്കും കെട്ടണം കേട്ടോ.
പിന്നെ അവരെ കൊണ്ടേക്ക് വന്നിട്ട് സരിത പാത്രം കഴുകി വെച്ചിട്ട് കഴിക്കാൻ വേണ്ടി തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാനും കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. പുട്ടും പപ്പടവും പിന്നെ പഴം ഞാൻ കുട്ടികൾക്ക് തൊലിച്ച് കൊടുത്താണ്. അപ്പോൾ അത് അവരൊന്നും അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പിന്നെ ഒരു പഴം കൂട്ടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല സോയാബീൻ കറിയും. ഇത് കണ്ടപ്പോൾ ശരിക്കും ഓർമ്മ വന്നത് നമ്മുടെ പുട്ടിൻ്റെ കവറില്ലേ അതിൻ്റെ പുറത്ത് ഇതേപോലെ ഉണ്ടോ വെച്ചിട്ടുള്ളത്. നമ്മുടെ സോയാബീന് പകരം കടലക്കറി ആയിരുന്നു എന്ന് മാത്രം. അപ്പോൾ അങ്ങനെ ഇനി ഞാൻ കഴിക്കട്ടെ. അപ്പോൾ അത്രയും നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.